അപ്പോൾ ആ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ മനുവേട്ടനും അലീനയും കൂടെ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ സംഭാഷണം എന്ന് പറയുന്നത് ഇവരുടെ അതായത് നമ്മുടെ അലീനയുടെ ഒരു പരാതികളും പരിഭവങ്ങളും ഒക്കെ ഇങ്ങനെ പറയുകയാണ്. അതായത് സ്റ്റാൻലി പപ്പയ്ക്ക് ഇപ്പോഴും അവളോട് വലിയ ഇഷ്ടമാണ്, ഇഷ്ടത്തിനൊന്നും യാതൊരു കുറവില്ല. പക്ഷേ ഒന്നും അവിടെ ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഒരു ജോലിയും കിച്ചണിൽ പോലും ചെയ്യാതെ അവിടെ ഒരു കൂട്ടിലകപ്പെട്ട കിളിയെന്ന പോലെ ആ ഒരു വീട്ടിലിരിക്കുക, അതുമാത്രമാണ് പുള്ളിക്കാരത്തേക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം അതായത് നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര ബോറടിക്കുന്നു എന്നൊക്കെയുള്ള പരാതി ഇങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ മനുവേട്ടൻ ചോദിക്കുകയാണ്, ഞാനും കൂടെ വരണോ? അപ്പോൾ അവൾ ചോദിക്കുന്നത്, എന്തിന്? അല്ല ഞാനും കൂടെ വരാം. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് എന്തിനാന്ന് പറയുമ്പോൾ പുള്ളി പറയുകയാണ്, നിന്നെ എനിക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടോ? ആ അപ്പോൾ ഇങ്ങോട്ടെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് എൻ്റെ ജീവിതത്തിലോട്ടെന്ന്. അപ്പോഴത്തേനും പുള്ളിക്കാരത്തി ഇങ്ങനെ ബ്ലഷൊക്കെ ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു കുറുമ്പ് ഫേസൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവൻ പറയണം, അതിനിപ്പോൾ എന്നാ ഒരു മിന്ന് അല്ലെങ്കിൽ ഒരു താലി, ഒരു കല്യാണ സാരി അത് പോരെ, അതൊക്കെ നമുക്ക് സെറ്റാക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കിനും അവളൊന്ന് പോയേ മനുവേട്ടാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വിഷയം മാറ്റുകയാണ്. അപ്പോൾ വിഷയം മാറ്റിയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, മനുവേട്ടൻ കടപ്പാട്ടൂർ വീട്ടിലോട്ടൊന്ന് പോകണം കേട്ടോ. ആ കുട്ടികളുമായിട്ട് അവിടെ ഒരു കണക്ഷൻ എനിക്കിപ്പോൾ ഇല്ല, അവരുടെ കമ്മ്യൂണിക്കേഷനും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് ചെന്നിട്ട് എല്ലാ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കി അറിഞ്ഞ് ഒക്കെ പോകണം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. എന്നാലേ ഒന്ന് ശരിക്കും ചാർജ് ആവുകയുള്ളൂ. അപ്പം അവൻ പറയാണ്, പിന്നെന്താ ഞാൻ പോവാം, ഞാനാണല്ലോ ചാർജർ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ക്യൂട്ടായിട്ട് ചിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ മനുവേട്ടൻ സമ്മതിക്കുകയാണ് കിടപ്പാട്ടൂർ വീട്ടിലോട്ട് പോകാം എന്ന്. അപ്പോൾ അവിടെ അവൾ പറയണ പോയിട്ട് വന്നിട്ട് വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ടുപേരും കോളൊക്കെ കട്ട് ചെയ്തു. ചില ഡയലോഗുകൾക്ക് ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസും ഭയങ്കര ഒരു മധുരമൊക്കെ ആണല്ലോ. മേ ബി അതുകൊണ്ടായിരിക്കാം അങ്ങനൊരു ഡയലോഗ് കേട്ടപ്പോഴത്തേക്കും എനിക്കും ഭയങ്കര സന്തോഷമായി. അതിലേറെ അങ്ങനൊരു ഡയലോഗ് ഡെലിവറി നടത്തിയല്ലോ എന്ന് ഓർത്ത് നമ്മുടെ മനുവേട്ടനും ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര സ്വീറ്റായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ബ്ലഷ് ആയിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സീനോടെ കഴിഞ്ഞു. അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ കടപ്പാട്ടൂർ വീടാണ്. അപ്പോൾ അവിടെ നമ്മുടെ ബബിത ഇങ്ങനെ ഫോണിലിങ്ങനെ ഓരോതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് കൃഷ്ണമോൾ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ഫോണിൽ നോക്കുന്ന അലീന ഇന്ന് ഓരോ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കില്ല. അപ്പോൾ ഇന്ന് ഫോട്ടോസൊന്നും ഇട്ടില്ല. അപ്പോൾ അതാണ് ഇങ്ങനെ നോക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ അവളോട് പറയണം, അല്ല ചേച്ചി ഇന്ന് ഫോട്ടോ ഒന്നും ഇട്ട് തന്നില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേന് കൃഷ്ണമോൾ ചേച്ചിക്ക് ഇട്ട് തന്നില്ല അല്ലേ? അപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ അവൾ അങ്ങനെ അല്ല എനിക്കിട്ടില്ലല്ലോ എന്ന് ഓർത്ത് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ചേച്ചിക്ക് ഇട്ടില്ലല്ലോ എന്ന് അറിഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേന് പുള്ളിക്കാരത്തി ഇങ്ങനെ പറയുകയാണ്, അയ്യടാ നിനക്ക് ചേച്ചി ഇട്ട് തന്നില്ലേലും അലീന ചേച്ചി ആദ്യം തന്നെ എനിക്കായിരിക്കും ഫോട്ടോ ഒക്കെ ഇട്ട് തരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീമ്പിളക്കി കൊണ്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേ വരുന്നു നമ്മുടെ പാഷാണത്തിൽ കൃമി വൈജയന്തി. എന്തോ ഭാഗ്യത്തിന് ഇവർ പറയുന്ന ടോപ്പിക് എന്താണെന്ന് നമ്മുടെ വൈജയന്തി കേട്ടില്ല. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഫുൾ എപ്പോഴും കാണുന്ന പോലെ തന്നെ പിള്ളേരുടെ മെക്കിട്ടോട്ട് കയറുകയാണ്. അതായത് പഠിക്കണില്ല പറഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയില്ല, ഒരു പണിയില്ല, എന്തിനാ പഠിക്കാണ്ട് ഇങ്ങനെ വന്നിരുന്ന് ചുമ്മാ ആവശ്യമില്ലാത്ത ലൂസ് ഡോഗ്സ് ഒക്കെ നടത്തുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടണം. അപ്പോഴത്തേനും ബബിത കയറി ഏറ്റുപിടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും കൃഷ്ണമോൾ ചേച്ചി വഴക്കിട്ടല്ലേ എന്ന് പറയാണ്. അമ്മ ഞങ്ങളൊരു ബ്രേക്ക് എടുത്തത്, അപ്പോൾ ആ ഒരു ബ്രേക്കിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഇരുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പം പുള്ളിക്കാരത്തി പിന്നെ പറയുകയാണ്, ബ്രേക്ക് എടുക്കുന്നത് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാനുള്ളൂ, ആ സമയത്ത് റെസ്റ്റ് ചെയ്തിങ്ങനെ ചുമ്മാ ആവശ്യമില്ലാതെ ഈ ഫ്രണ്ട് ചെയ്തെന്ന് വർത്താനം പറഞ്ഞാൽ എന്നെ കിട്ടാനാ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനില്ല ഞങ്ങൾ പഠിച്ചോളാം, ഞങ്ങൾ പഠിക്കാൻ പോകാം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തെ എങ്ങനെയെങ്കിലും അതൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെറ്റിൽ ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു മൈന്യൂട്ട് സീനാണ്. നിങ്ങൾ എന്നതാണെന്ന് വെച്ചാൽ കാണിക്കുന്നു പറഞ്ഞ് വൈജയന്തി അങ്ങ് വീണ്ടും വന്ന പോലെ തന്നെ അകത്തോട്ട് കയറിപ്പോയി. അപ്പോഴത്തേക്കിനാണ് കടപ്പാട്ടൂർ വീട്ടിലൊരു കാർ വന്നിറങ്ങി. അത് വേറെ ആരുമല്ല, അങ്ങനെ മനുവേട്ടനെ കണ്ടപ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷത്തോടെ ബബിതയും കൃഷ്ണമോളും മനുവേട്ടൻ്റെ അടുത്തോട്ട് ചെന്നു. എന്നിട്ട് ബബിതയുടെ ഒരു ഡയലോഗ്, ഞാൻ കരുതി മനുവേട്ടൻ ഇനി ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങത്തില്ലായിരിക്കുമെന്ന്, ഇനിയിപ്പോൾ ഇവിടെ മനുവേട്ടനെ കാണാൻ പാകത്തിന് ആരാ ഉള്ളത് എന്നിങ്ങനെ കൃഷ്ണയോട് ചോദിക്കുന്നു. അത് ഭയങ്കര വലിയ കാര്യമായി പോയില്ലോ എന്നിങ്ങനെ പുള്ളി പറഞ്ഞിട്ട് പറയാണ്, പിന്നെ ഞാൻ കൃഷ്ണമോളുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് അല്ലേ കൃഷ്ണേ എന്നിങ്ങനെ പുള്ളിക്കാരത്തോട് ചോദിക്കാം. അപ്പോൾ കൃഷ്ണമോൾ അത് കറക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ബബിതയുടെ അദൃഷ്ടം. എന്നിട്ട് വയറ്റത്തേക്ക് നല്ല റെഡിയും കൂടി കൊടുത്തു. എന്നിട്ട് നമ്മുടെ മനുഷ്യട്ടൻ ചോദിക്കുകയാണ്, എന്നെ വീട്ടിലോട്ടൊക്കെ കയറ്റുമോ? എന്നിട്ട് പുള്ളി പറഞ്ഞു അത് പോട്ടെ, രോഹിയും അങ്കിളൊക്കെ എന്തേ എന്നിങ്ങനെ അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവർ മുകളിലുണ്ട്, മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇങ്ങനെ ബാലേന്ദ്രനങ്ങളും ഈ പറയുന്ന വൈജയന്തിയായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ടോ, എങ്ങനെയാണ് അവരുടെ ഒരു ടേംസ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് ബബിത പറയാറുണ്ട്, അമ്മ ഇങ്ങനെ കിള്ളി ഇങ്ങനെ ഓരോന്ന് ചോദിക്കാറുണ്ട്. അച്ഛൻ്റെ വായിലേക്ക് കോരിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പം അച്ഛൻ എന്തെങ്കിലും നല്ല പറയും, അതിൻ്റെ ഒരു ക്ഷീണം ഒരാഴ്ചത്തേക്ക് കാണാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരത്തി പറയണം. എനിക്ക് അങ്കിളിനെ ഒന്ന് കാണണം എന്ന് മനുവേട്ടൻ പറയണം. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഓക്കെ അല്ലേ മക്കളെ എന്ന് ചോദിക്കുമ്പം അവർ പറയണം ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഇരിക്കേണ്ടി വരും ഏതെങ്കിലും മനുവേട്ടൻ പറയണം. എന്നിട്ട് ഇങ്ങനെ അവർ പറയുകയാണ്, അവിടെ ചായയും ചിപ്സൊക്കെ ഇട്ട് ഭാഗത്തോട്ട് കയറി വന്നുകൊണ്ട് പുള്ളി വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അവൻ പറയുകയാണ്, ഞാൻ അങ്കിളിൽ നിന്ന് കണ്ടിട്ട് വരട്ടെ, കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി നേരെ ലിവിംഗ് റൂമിലോട്ട് കയറുന്നു. അവിടെ നമ്മുടെ വീണ്ടും നമ്മുടെ കൃമി അവിടെ ഇങ്ങനെ ചുളച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. പുള്ളിക്കാരത്തി ഇങ്ങനെ നിരങ്ങി വന്നിട്ട് നമ്മുടെ മനുവിനോട് ചോദിക്കുകയാണ്, അല്ല നീ വീട്ടിലോട്ട് നീ വന്നോ, നീ വീട്ടിലേക്കൊന്നും വരില്ല, കാരണം നിൻ്റെ അലീന പോയല്ലോ, അതുകൊണ്ട് നീ ഇങ്ങോട്ടേക്കൊന്നും വരില്ല എന്നാണ് ഞാൻ കരുതി എന്നിങ്ങനെ നമ്മുടെ വൈജയന്തി പറയണം. അപ്പോൾ തിരിച്ച് മറുപടിയായിട്ട് മനു പറയാണ്, ആൻറ്റി നല്ലൊരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണണം. അന്നേരം അവർ ENT സ്പെഷ്യലിസ്റ്റിനെയോ? അതെ ഈ നാക്കിൻ്റെ ചൊറിച്ചിൽ കൂടുമ്പോഴേ അത് കുറയ്ക്കാൻ നല്ലൊരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതല്ലേ. അപ്പോഴത്തേനും പുള്ളിക്കാരത്തി ഇവ വന്നേക്കോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി നോക്കിയിട്ട് അവനോട് പറയുകയാണ്, എൻ്റെ നാക്കിൻ്റെ ചൊറിച്ചിലും മാറ്റാൻ നിന്നെ കൊണ്ടാവുമോ? നിൻ്റെ അച്ഛൻ ശിവേട്ടനെ കൊണ്ട് നോക്കിയിട്ട് നടന്നില്ല, നിൻ്റെ അമ്മ കമലേട്ടത്തിനെ കൊണ്ട് നോക്കിയിട്ട് നടന്നില്ല, പിന്നെയാണോ നീ? അന്നേരം പറയാൻ, അതാണ് ഞാൻ പറഞ്ഞത്, സാധാ മനുഷ്യന്മാരെ കൊണ്ടൊന്നും നടക്കൂല, ആണല്ലോ ENT സ്പെഷ്യലിസ്റ്റ് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ മനു പറയാണ്. അത് കൂടി കേട്ടപ്പോഴത്തേക്കിനും വൈജയന്തിക്ക് അത്ര പിടിച്ചില്ല. അപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി പറഞ്ഞു, എടാ നീ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പം നമ്മുടെ മനു, അല്ല
ഇത് ആൻറ്റിയുടെ പേരിലാണോ? അത് അങ്കിളിൻ്റെ പേരിലല്ലേ? ഞാൻ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കണ്ടിട്ടുണ്ടല്ലോ. ആ ഡോക്യുമെൻറ്റ്സിന് നല്ല പച്ച മലയാളത്തിൽ ഇതിൻ്റെ ഉടമസ്ഥാവകാശം ബാലചന്ദ്രൻ മേനോനാണല്ലോ എന്നാണല്ലോ എഴുതിയേക്കുന്നത്. അപ്പോൾ ഉടനെ നമ്മുടെ വൈജയന്തി പറയാണ്, ബാലചന്ദ്രൻ്റെ വീട് എന്ന് പറയുമ്പം അയാളുടെ ഭാര്യയുടെയും മക്കൾക്കും അതിനകത്ത് അവകാശമുണ്ട് എന്നിങ്ങനെ പറയാണ്. നമ്മുടെ മനു പറയാണ്, അതിന് ബാലേന്ദ്രൻ മേനോൻ തൻ്റെ ഭാര്യനെ ഉപേക്ഷിച്ചിട്ട് കുറച്ചായല്ലോ. എൻ്റെയാണ് ആൻറ്റിയുടെ സൗകര്യം പോലെ പുറത്തിറങ്ങി പോകുന്നു, വരുന്നു, ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. ആ ബാലേന്ദ്രൻ മേനോൻ വിളിച്ചിട്ടല്ല നിങ്ങൾ വന്നത്, അങ്ങയോട് പറഞ്ഞിട്ടല്ല വന്നത് എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ അതിൻ്റെ ഒപ്പം പുള്ളി പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയണം, അത് നിങ്ങൾക്ക് നിങ്ങളുടെ വില അറിയാൻ പാടില്ല, ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു വില ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം നിങ്ങൾക്ക് അറിയാൻ പാടില്ല, പിന്നെ ചുമ്മാ ഒരു വിഡ്വേഷം കിട്ടി നിങ്ങളിങ്ങനെ നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നമ്മുടെ വൈജയന്തിയുടെ സ്ഥിരമായിട്ടുള്ള ഒരു സംസാരം അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ഒരു ബിഹേവിയറിലുള്ള ഒരു സംഭവമാണ്, അവരാണ് ഏറ്റവും വലുത്, അവരാണ് എല്ലാത്തിലും സെറ്റപ്പ്, ബാക്കിയെല്ലാം മണ്ടന്മാരാണ് എന്നൊരു തോട്ടാണല്ലോ. അപ്പോൾ അതിങ്ങനെ പുള്ളിക്കാരത്തി ഇവിടെ ഇങ്ങനെ പറയാണ്, ഞാനല്ല വിഡ്ഢി, നീയും നിൻ്റെ അങ്കിളും ആ ഒരു ടീമുണ്ടല്ലോ അവരൊക്കെയാണ് വിഡ്ഢികൾ എന്നിങ്ങനെ പറയാണ്. നമ്മുടെ മനു പറയാണ്, ബാലേന്ദ്രൻ അങ്കിള് നിങ്ങളെ ഇപ്പം വെറുക്കുകയും നിങ്ങളോട് ആ ഒരു ഇഷ്ടം കാണിക്കാൻ നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധം നിങ്ങൾക്കില്ലേ? നമ്മുടെ വൈജയന്തി ഒന്ന് പോടെ ഇറക്കാൻ എനിക്കറിയാം എന്നുള്ള ഒരു മൈൻഡിൽ ഇങ്ങനെ പറയാണ്. എനിക്കെല്ലാം അറിയാം, നിനക്കൊക്കെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു അലീന, അവൾ പോകാൻ വേണ്ടി എനിക്ക് കഴിയുന്ന എല്ലാം ഞാൻ ചെയ്തു, അത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, അതാണ് പ്രശ്നം എന്നിങ്ങനെ പറയാണ്. നമ്മുടെ മനു ചോദിക്കുകയാണ്, അതല്ലാതെ വേറെ ഒന്നും ആൻറ്റിക്ക് ഇല്ലല്ലേ, ആൻറ്റീനെ വെറുക്കാൻ പാകത്തിന് ആൻറ്റി അല്ലാതെ വേറെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അന്നേരം ഉടനെ പറഞ്ഞ് വേറെ ഒന്നും ഇല്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അന്നേരം വീണ്ടും നമ്മുടെ മനുവേട്ടൻ പറയാണ്, ബാലേന്ദ്രൻ അങ്കിൾ അല്ലാതെ എൻ്റെ വീട്ടിലുള്ള അച്ഛനും ആൻറ്റിയുടെ മറ്റ് ആ സഹോദരങ്ങളും അമ്മയും എല്ലാവരും ആൻറ്റിനെ വെറുക്കുന്നു, അല്ലെങ്കിൽ ആൻറ്റിക്ക് എഗെയിൻസ്റ്റ് ആണ്, അതിൻ്റെ കാരണം എന്താണെന്ന് ആൻറ്റിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരത്തി അതല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന് ഇങ്ങനെ സ്റ്റോൺ ആയിട്ട് പറയണം. അപ്പം പറയുകയാണ് നമ്മുടെ മനുവേട്ടൻ, ആൻറ്റി ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടുവാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൻറ്റിക്കെല്ലാം മനസ്സിലായിട്ട് അറിയാത്തതുപോലെ ഭാവിക്കുകയാണോ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയന്തി പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഇല്ലാതെ അവൻ പറയുന്നത് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ നോക്കുകയാണ്. സ്വന്തം അമ്മയും മക്കളും ബാലേന്ദ്രൻ എല്ലാവരും നിങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ വൈജയന്തി പറയണം, ഒരു കാര്യം ചെയ്ത് നിനക്ക് അറിയാമെങ്കിൽ നീ ഇങ്ങ് പറയുന്നതാണെന്ന്, നീ വലിയ ബുദ്ധിമാനാണല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോഴത്തേക്കിന് നമ്മുടെ മനുവേട്ടൻ പറയണം, അത് അവർക്കെല്ലാം ആൻറ്റിയുടെ പാസ്റ്റ് അറിയാം. അത് കേൾക്കുമ്പോഴത്തേനും വൈജയന്തി ഒന്ന് ഞെട്ടുന്നുണ്ട്. കുറച്ച് ഫ്യൂ സെക്കൻഡ്സ് അവരിങ്ങനെ വല്ലാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉടനെ ഒന്നും അറിയാത്ത പോലെ വീണ്ടും എൻ്റെ പാസ്റ്റോ എന്ത് പറ്റി എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് നമ്മുടെ മനുവേട്ടനെ പിന്നെ ദേഷ്യം നീ തള്ള പണ്ടത്തെ പിന്നെ താണെന്നുള്ള രീതി ഇത്രയും ഹിൻഡ് കൊടുത്തിട്ടും യാതൊരു ഭാവമാറ്റവും കുലുക്കോ ഇല്ലല്ലോ എന്നോർത്തുണ്ട്. അങ്ങനെ നമ്മുടെ മനുവേട്ടൻ മാറി പോകുമ്പോഴത്തേന് ഈ വൈജയന്തി ഒന്ന് പിന്നെ ചോദിക്കുകയാണ്, നീ പറ എന്താ എൻ്റെ പാസ്റ്റിനെ സംഭവിച്ചത്, എന്താ എൻ്റെ പാസ്റ്റിനെ പറ്റിയത് എന്നിങ്ങനെ പറയുമ്പോഴത്തേനും മനുവേട്ടൻ ഇങ്ങനെ മാറി നോക്കിയിട്ട് പറയാണ്, ഒന്നും സംഭവിച്ചില്ലേ, ഒന്നും ആൻറ്റിയുടെ പാസ്റ്റിൽ സംഭവിച്ചില്ലേ എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് ക്ലിക്ക് ആവുന്നുണ്ട്. പുള്ളിക്കാരത്തിയുടെ ആ ഒരു കൃഷ്ണമണി ഇങ്ങനെ ഓടി കളിക്കണ കാണാം, കാരണം അത്രയ്ക്കും ടെൻസ്ഡ് ആവുന്നുണ്ട്, നമുക്കത് കണ്ണിലെ മുഖഭാവത്തിൽ നല്ല കൃത്യമായിട്ട് വ്യക്തമാണ്. ഇതിലേക്ക് നമ്മുടെ മനുവേട്ടൻ പറയാണ്, ആൻറ്റി ഇത്ര ശലഭത്തെ പോലെ ആൻറ്റി പണ്ട് മാറി നടന്നു, അതുപോലെ ഏറ്റവും നിഷ്കളങ്കമായ ഒരു രീതിയിൽ ജീവിതം ജീവിച്ചു, എല്ലാ പരിശുദ്ധിയോടെയും ഒരു ഭർത്താവിനെ കല്യാണം കഴിച്ചു, അയാളെ രാജാവിനെ പോലെ കണ്ടു, കഴിഞ്ഞു, അത്രേ ഉള്ളൂ ഇങ്ങനെ പറയാണ്. ഈ പറയണ സമയത്ത് നമ്മുടെ വൈജയന്തി ടെൻസ്ഡ് ആവുകയാണെങ്കിൽ വല്ലാണ്ട് ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഒരു ചെറിയ ഡെറിയ സൗണ്ടിൽ ചോദിക്കുകയാണ്, നീ എന്നെ രാവിലെ തന്നെ കളിയാക്കാനായിട്ടാണ് ഇങ്ങോട്ടൊക്കെ കയറി വന്നത്? അപ്പോൾ നമ്മുടെ മനു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ പുള്ളിക്കാരത്തിയുടെ അടുത്തോട്ട് ചെന്ന് കയറുകയാണ്. എന്നിട്ട് നമ്മുടെ മനു ചോദിക്കുകയാണ്, ഒരാളെ വീട്ടിലോട്ട് വരുമ്പോൾ വീട്ടിൽ കയറ്റാൻ കൊള്ളാമെന്നാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മാനസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അയാളെ വീട്ടിലേക്ക് വിളിക്കുക, അയാൾക്ക് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ ക്ഷേമാന്വേഷണം നടത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഫുൾ നെഗറ്റീവായിട്ട് ചൊറിയണ വർത്തമാനം ആൻറ്റി പറഞ്ഞു, അപ്പോഴല്ലേ ഞാൻ ഇത്രയും റേസ് ആയതെന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് നമ്മുടെ മനുവേട്ടൻ ചോദിക്കുകയാണ്. അലീന ഈ വീട്ടിൽ നിന്ന് പോയി, എന്നിട്ടും ആൻറ്റിയുടെ നാവിൽ നിന്നും മനസ്സിൽ നിന്നും അലീന പോയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി പറയണം, ആടാ എൻ്റെ മനസ്സിൽ നമ്മൾ പോയിട്ടില്ല, എൻ്റെ മനസ്സിലുണ്ട്, കാരണം എൻ്റെ ജീവിതം ഇത്രയും നാശമാക്കി അവളുടെ മുഖവും അവളെയും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനെ പറയുമ്പോൾ മനുവേട്ടൻ വീണ്ടും ഒരു കാര്യം പറയുകയാണ്, പോകരുത്, പോകാൻ പാടില്ല, അവളെ മനസ്സിൽ വെച്ചോ, ചിലപ്പോൾ ആവശ്യം വരും. അപ്പോൾ ഒരു പുച്ഛം കലർന്ന ഭാവത്തിൽ അവളെ കൊണ്ട് എനിക്കെന്താ ആവശ്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം മനുവേട്ടൻ പറയാണ്, ആൻറ്റിക്ക് ആവശ്യം വരും, അലീനെ കൊണ്ട് ആവശ്യം വരും ആൻറ്റിക്ക്, അവൾ എന്നേക്കുമായിട്ട് ഇവിടുന്ന് പോയതാണെന്ന് വിചാരിക്കേണ്ട, അവൾ ഇവിടെ തിരിച്ചു വരും, അവൾ അങ്ങനെയൊന്നും ഒഴിഞ്ഞു പോവില്ല, അവളെ ആൻറ്റിയുടെ ലൈഫിൽ നിന്ന് വെറും നിസ്സാരമായിട്ട് എടുത്ത് കളയാനും ആൻറ്റിക്ക് പറ്റത്തില്ല എന്നിങ്ങനെ മനു പറഞ്ഞു. ഇതെല്ലാം വൈജയന്തി ആക്ച്വലി വളരെ ശ്രദ്ധയോടെ തന്നെയാണ് കേട്ട് നിന്നത്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കണം, എന്താ മനു നീ എന്തോ മനസ്സിൽ വെച്ചിട്ടാണല്ലോ, എന്തോ കുത്തി പറയണ പോലാണല്ലോ ഇപ്പോൾ ഈ പറയുന്നത്, ആൻറ്റിക്ക് എല്ലാം മനസ്സിലാവുന്ന ഒരു സമയം വരും, അപ്പോൾ മനസ്സിലാവട്ടെ, അപ്പോൾ മനസ്സിലാക്കിയാൽ മതി, ഞാൻ അങ്കിളിൽ നിന്ന് കണ്ടിട്ട് വട്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്നിട്ട് മേളിലോട്ട് സ്റ്റെയർ കയറി പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വൈജയന്തിക്ക് എന്തോ മൈൻഡിൽ കൊളുത്തിയിട്ടുണ്ട്, കാരണം പുള്ളിക്കാരത്തി അവൻ അറിഞ്ഞിട്ടുണ്ടാവോ ഇല്ലേ എന്താണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മൈൻഡിൽ എന്തൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടെൻഷനും ആ ഒരു വിഭ്രാന്തിയും ആ ഒരു ഇത്തരത്തിലുള്ള ഭാവങ്ങളെല്ലാം പുള്ളിക്കാരത്തിൻ്റെ മുഖത്തുണ്ട്. അങ്ങനെ ആ ഒരു സീൻ അവിടെ കഴിഞ്ഞു.